നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ സമയവും പണവും ആരോഗ്യവും അവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടാകാം. എന്നിട്ടും സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന വിലയോ ബഹുമാനമോ കിട്ടുന്നുണ്ടോ? നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പങ്കാളി എപ്പോഴും ശ്രമിക്കാറുണ്ടോ? നിങ്ങളുടെ പങ്കാളി പുറത്തുള്ള ആളുകളോട്, അയൽക്കാരോട്, സുഹൃത്തുക്കളോട് എന്തിനെ പറയുന്നു, വഴിയിലൂടെ പോകുന്ന ഒരു അപരിചിതനോട് പോലും വളരെ മാന്യമായി ചിരിച്ചു സംസാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ മാത്രം അവർക്ക് ദേഷ്യമാണ്, പുച്ഛമാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് സമയമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവരൊരു വിലയും നൽകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ പോലും ഇത് നിന്റെ സ്ഥിരം പരിപാടിയല്ലേ എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ അവഗണിച്ചു കളയുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഒരു കാലത്ത് നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിരുന്ന ആ വ്യക്തിക്ക് ഇന്ന് നിങ്ങൾ വെറുമൊരു ശല്യമായി മാറിയത് എന്തുകൊണ്ടാണ്? ഈ അവസ്ഥയെ ആധുനിക മനഃശാസ്ത്രം ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്ന് വിളിക്കുന്നു. അതായത്, നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതിരിക്കുക, നിങ്ങൾ എങ്ങും പോകില്ല എന്ന അമിതമായ ആത്മവിശ്വാസം കാണിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യ ചാണക്യൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അതിപരിചയം അവജ്ഞ. അതായത്, അമിതമായ അടുപ്പം അല്ലെങ്കിൽ സാമീപ്യം എപ്പോഴും അവഗണനയ്ക്ക് കാരണമാകും. ഈ ലോകത്തിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. എളുപ്പത്തിൽ കിട്ടുന്ന എന്തിനും ഇവിടെ വില കുറവായിരിക്കും. വെള്ളത്തിനും വായുവിനും ഈ ഭൂമിയിൽ വിലയില്ല, കാരണം അതെപ്പോഴും ലഭ്യമാണ്. എന്നാൽ സ്വർണത്തിന് വലിയ വിലയുണ്ട്, കാരണം അത് അപൂർവമാണ്. ദാമ്പത്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെയും ലോകപ്രശസ്ത റിലേഷൻഷിപ്പ് സൈക്കോളജിസ്റ്റുകളുടെ കണ്ടെത്തലുകളിലൂടെയും പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം പങ്കാളി നിങ്ങളെ വില കുറച്ച് കാണുന്നത് എന്നാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ട നിങ്ങളുടെ ബഹുമാനവും സെൽഫ് റെസ്പെക്റ്റും വിലയും സ്വന്തം വീട്ടിൽ തിരിച്ചു പിടിക്കേണ്ടത് എന്നാണ്. ഒന്നാമതായി, ഇതിന് പിന്നിലെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. ഒരു പുരുഷനും സ്ത്രീയും പ്രണയിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവരുടെ തലച്ചോറിൽ വലിയ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പരസ്പരം അറിയാനുള്ള ആകാംക്ഷ, അവരെ ഇംപ്രസ് ചെയ്യാനുള്ള ആഗ്രഹം എന്നിവ ആ സമയത്ത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ബന്ധം വളരെ സുരക്ഷിതമാണെന്ന് തലച്ചോറിന് മനസ്സിലാകുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവളെ ഇംപ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചവരാണ്, ഇവൾ എന്നെ ഉപേക്ഷിച്ച് എങ്ങും പോകാൻ പോകുന്നില്ല എന്നൊരു ചിന്ത അബോധ മനസ്സിൽ വേരുറപ്പിക്കുന്നു. ഈ ഒരു ചിന്തയാണ് ദാമ്പത്യത്തിലെ സകലമാന പ്രശ്നങ്ങളുടെയും തുടക്കം. ഈ സുരക്ഷിതത്വബോധം വരുമ്പോൾ മനുഷ്യൻ പതുക്കെ മടിയനാകുന്നു. പങ്കാളിയെ അഭിനന്ദിക്കാൻ അവർ മറക്കുന്നു. വിവാഹത്തിന് മുൻപ് വസ്ത്രധാരണത്തിലും സംസാരത്തിലും കാണിച്ചിരുന്ന ആ ശ്രദ്ധയും ബഹുമാനവും പൂർണ്ണമായും ഇല്ലാതാകുന്നു. പുറത്തുള്ള സുഹൃത്തുക്കളോടോ ബോസിനോടോ സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു പരിഗണന നൽകും, കാരണം അവിടെ ഈ സുരക്ഷിതത്വമില്ല. നമ്മൾ മോശമായി പെരുമാറിയാൽ ബോസ് നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ സുഹൃത്ത് നമ്മളെ ഉപേക്ഷിക്കും. എന്നാൽ സ്വന്തം വീട്ടിൽ ആ പേടിയില്ലാത്തതുകൊണ്ട് മനുഷ്യൻ തന്റെ സകല നെഗറ്റീവ് വികാരങ്ങളും, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, പുച്ഛം എന്നിവ തീർക്കുന്നത് സ്വന്തം പങ്കാളിയുടെ മേലായിരിക്കും. ചാണക്യൻ പറയുന്നു, ലഭ്യത കൂടുന്തോറും വില കുറയും. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് എപ്പോഴും ലഭ്യമാണെങ്കിൽ, അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. ലോകപ്രശസ്ത സൈക്കോളജിസ്റ്റ് ജോൺ ഗോട്ട്മാൻ തന്റെ പഠനങ്ങളിൽ പറയുന്നത്, ഒരു ദാമ്പത്യം തകരുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം പുച്ഛമാണ്, കോൺടെംപ്റ്റ് എന്നാണ്. ദേഷ്യത്തേക്കാൾ അപകടമാണ് പുച്ഛം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പങ്കാളിയെ കളിയാക്കുക, അവരുടെ ശാരീരികമായ കുറവുകളെ പരിഹസിക്കുക, അവർ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുക, ഇതെല്ലാം പുച്ഛത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ പുച്ഛം അനുഭവിക്കുന്ന വ്യക്തിയുടെ ആത്മാഭിമാനം പൂർണ്ണമായും തകർന്നു പോകും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവളെ ബഹുമാനിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് വലിയൊരു ആഘാതമാണ്. അവൾ പരാതി പറയാൻ തുടങ്ങും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ തനിക്ക് വില നൽകുന്നില്ല എന്നത് അവന്റെ പൗരുഷത്തിനേൽക്കുന്ന വലിയൊരു അടിയാണ്. അവൻ ദേഷ്യപ്പെടാനും മിണ്ടാതിരിക്കാനും തുടങ്ങും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ വില തിരിച്ചു പിടിക്കേണ്ടത്? സുഹൃത്തെ, കുറ്റം മുഴുവൻ നിങ്ങളുടെ പങ്കാളിയുടെ മാത്രമല്ല, നിങ്ങളുടെയുമാണ്. നിങ്ങളെ അപമാനിക്കാൻ, നിങ്ങളെ വില കുറച്ച് കാണാൻ നിങ്ങൾ തന്നെയാണ് അവർക്ക് അവസരം കൊടുത്തത്. അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ പരിഹാരം സ്കേഴ്സിറ്റി അഥവാ ലഭ്യത കുറയ്ക്കുക എന്നതാണ്. ചാണക്യൻ പറഞ്ഞ ആ സുവർണ നിയമം, അതിപരിചയം അവജ്ഞ. നിങ്ങൾ എന്തിനാണ് 24 മണിക്കൂറും അവരുടെ പുറകെ നടക്കുന്നത്? ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും കാത്തുനിന്ന് നിങ്ങൾ എന്താ വിളിക്കാതിരുന്നത്, എന്താ മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നത് എന്ന് ചോദിച്ച് ശ്വാസം മുട്ടിക്കുന്നത് എന്തിനാണ്? അതുപോലെ ഭാര്യയോടെ എപ്പോഴും സ്നേഹത്തിനു വേണ്ടി കെഞ്ചി നടക്കുന്ന പുരുഷന്മാരുണ്ട്. സുഹൃത്തെ,
നിങ്ങളിങ്ങനെ സ്നേഹം യാചിക്കുമ്പോൾ നിങ്ങളൊരു ഭിക്ഷക്കാരനായി മാറുകയാണ്. ഭിക്ഷക്കാരനെ ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? ഇല്ല. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ സ്നേഹവും സമയവും ഒരു വിലയുമില്ലാതെ വാരി വിതറരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ലോകമുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ജോലിയാകാം, വായനയാകാം, അല്ലെങ്കിൽ മറ്റു ഹോബികളാകാം. എപ്പോഴും അവരെ ആശ്രയിച്ചു നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കുക. നിങ്ങൾ കുറച്ചു സമയം മാറി നിൽക്കുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. ആ അകലം നിങ്ങളുടെ ബന്ധത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. രണ്ടാമത്തെ പരിഹാരം, അതിരുകൾ നിശ്ചയിക്കുക. സെറ്റിംഗ് ബൗണ്ടറീസ്. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ, നിങ്ങളെ പുച്ഛിക്കുമ്പോൾ നിങ്ങൾ അത് കേട്ട് തലകുനിച്ചു നിൽക്കാൻ പാടില്ല. ആ നിമിഷം തന്നെ വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറയുക, നീ അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഒരു തവണ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ മൗനത്തെ അവരൊരു സമ്മതമായി എടുക്കും. പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചാണക്യൻ പറയുന്നു, ദുഷ്ടന്മാരോട് ക്ഷമിക്കുന്നത് അവരെ വീണ്ടും ദുഷ്ടത ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. സ്വന്തം ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അവിടെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. മൂന്നാമത്തെ കാര്യം, സ്വയം നവീകരിക്കുക. ഫോക്കസ് ഓൺ സെൽഫ് ഇംപ്രൂവ്മെന്റ്. നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ വിലയില്ലാത്തതിന് പ്രധാന കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ലാത്തതാണ്. വിവാഹം കഴിഞ്ഞതോടെ പലരും സ്വന്തം ശരീരത്തെയും സ്വപ്നങ്ങളെയും മറക്കുന്നു. അവർ സ്വന്തം സൗന്ദര്യം ശ്രദ്ധിക്കില്ല, ആരോഗ്യം ശ്രദ്ധിക്കില്ല, പുതിയ കാര്യങ്ങളൊന്നും പഠിക്കില്ല. പഴയ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് എപ്പോഴും വീട്ടിലെ പ്രാരാബ്ധങ്ങൾ മാത്രം സംസാരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ പങ്കാളിക്ക് എങ്ങനെയാണ് ബഹുമാനവും ആകർഷണവും തോന്നുക? ചാണക്യൻ പറയുന്നു, മനുഷ്യൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന ശവത്തിനു തുല്യമാണ്. നിങ്ങളുടെ സൗന്ദര്യം തിരിച്ചുപിടിക്കുക. ദിവസവും കുറച്ചു സമയം വ്യായാമം ചെയ്യുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. സ്വന്തമായി വരുമാനമില്ലാത്തവരെ കുടുംബം പോലും അവഗണിക്കും എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങളുടെ മാറ്റം കാണുമ്പോൾ പങ്കാളി നിങ്ങളെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങും. ഇവൾ അല്ലെങ്കിൽ ഇവൻ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ എന്നൊരു ചിന്ത അവരിൽ വരും. ആ ചിന്തയാണ് നിങ്ങളുടെ വിജയം. നാലാമത്തെ കാര്യം, പരാതി പറയുന്നത് നിർത്തുക. സ്റ്റോപ്പ് നാഗിങ് ആൻഡ് കംപ്ലൈനിങ്. നീ എന്നെ സ്നേഹിക്കുന്നില്ല, നിനക്കെന്നെ വേണ്ട എന്നു പറഞ്ഞ് എപ്പോഴും കരയുന്നവരെ കാണുന്നത് തന്നെ വലിയൊരു മടുപ്പാണ്. നിങ്ങളുടെ ഈ കണ്ണുനീർ കണ്ടാൽ പങ്കാളി മാറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയ തെറ്റാണ്. കണ്ണുനീർ കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് സഹതാപം തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലും ബഹുമാനം തോന്നില്ല. അതുകൊണ്ട് പരാതികൾ നിർത്തുക. ആധുനിക സൈക്കോളജി പറയുന്ന മിററിംഗ് അല്ലെങ്കിൽ ഗ്രേ റോക്ക് മെത്തേഡ് പ്രയോഗിക്കുക. അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവോ അതേ രീതിയിൽ തിരിച്ചു പെരുമാറുക. അവർ സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ലേ, നിങ്ങളും മാറി നിൽക്കുക. നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ, നിങ്ങളും നിങ്ങളുടെ പാട്ടിന് പോവുക. അവരെ നന്നാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക. നിങ്ങളുടെ സന്തോഷം അവരുടെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നവർ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഈഗോ തകരും. അവർ നിങ്ങളിലേക്ക് തിരികെ വരും. സുഹൃത്തുക്കളെ, ദാമ്പത്യമെന്നത് രണ്ടുപേർ തുല്യരായി നിൽക്കേണ്ട ഒരു പങ്കാളിത്തമാണ്. അവിടെ ഒരാൾ യജമാനനും മറ്റൊരാൾ അടിമയുമാകാൻ പാടില്ല. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ബലഹീനതയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നൊരു നിലപാട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ നിലപാടുള്ളവരെ ആരും വില കുറച്ച് കാണില്ല. നമ്മൾ ആർക്കും അടിയറവ് വയ്ക്കാനുള്ളതല്ല നമ്മുടെ ആത്മാഭിമാനം. ഇന്നു മുതൽ മാറാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ലോകം നിങ്ങളെ ചുറ്റും കറങ്ങട്ടെ, അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ചുറ്റുമായിരിക്കരുത്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളെ ബഹുമാനിക്കും. ജയിക്കുക, കീഴടക്കുക.